ഞാൻ ടെക്നിക്കലി നല്ല സൗണ്ട് ആയിരുന്നു, പക്ഷെ ഒരു ബിസിനസ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പാർട്ണർ പറഞ്ഞു അനിൽ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നതിനേക്കാൾ മുന്നേ ഒരു 2 ദിവസത്തെ ക്ലാസ്സാണ് ഞാനിവിടെ അറ്റൻഡ് ചെയ്തത്. ഫസ്റ്റ് ദിവസം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കമ്പനിയിൽ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പം ഞാൻ അന്ന് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫിനാൻഷ്യലി ആയിരുന്നില്ല, എൻ്റെ ഓരോ എംപ്ലോയീസിനെയും എങ്ങനെ മാനേജ് ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു. സാറ് തന്ന CR ഉപയോഗിച്ച് ഞാൻ പഴയ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഐഡിയാസ് ആണ് അന്ന് കിട്ടി. ആ ഐഡിയാസ് ഉപയോഗിച്ച് ഡേ ബൈ ഡേ ഞാൻ എൻ്റെ കമ്പനിയിൽ മാറ്റങ്ങൾ വരുത്തി. ഇന്ന് ഞാൻ സാറ് പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് എനിക്ക് ഈ കിങ്സിലോട് മാത്രം സാധിച്ചു. അതുപോലെ തന്നെ സാറ് പറഞ്ഞ രീതിയിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ കമ്പനിയിൽ വരുത്തി. ആ മാറ്റങ്ങൾ കൊണ്ട് എൻ്റെ കമ്പനിയിൽ നിന്നും പോവാനിരുന്ന എംപ്ലോയീസ് വരെ എൻ്റെ കമ്പനിയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുകയും അതിലൂടെ എൻ്റെ ഓരോ ദിവസവും ഞാൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. എനിക്ക് ഒരു കാര്യത്തിനും കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ കാര്യവും ചെയ്യുമായിരുന്നു. എക്സസൈസ് ആയാലും എൻ്റെ ഹെൽത്ത് റിലേറ്റഡ് എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. കൺസിസ്റ്റൻസി ഇല്ല. 1, 2, 3 ദിവസം ചെയ്യും, അത് കഴിഞ്ഞ് 2-3 ദിവസം വിട്ടുപോകും. പിന്നെ ഞാൻ ചെയ്ത് കിങ്സ് ക്ലബിലോട് വന്നതിന് ശേഷം എല്ലാം കൺസിസ്റ്റന്റ് ആയി കീപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 to 45 ഡേയ്സ്, ഞാൻ 6 മാസം ആയിട്ടുള്ളൂ. ഒരു 45 ഡേയ്സ് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് കാണുന്നുണ്ട്. അതിന്റെ മാറ്റങ്ങൾ നല്ല വ്യക്തമായിട്ട് എന്റെ കമ്പനിയിൽ സംഭവിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എന്റെ കമ്പനിയിൽ എല്ലാ മാറ്റങ്ങളും വന്നു. ആദ്യം ഞാൻ മാറിയതോടുകൂടി കമ്പനിയിൽ എല്ലാവരും മാറാൻ തുടങ്ങി. ഇതിന് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിന്നും കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആവാനായിട്ട് സാധിക്കും. ഇത് എന്റെ ഉറപ്പാണ്, ഞാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ആളാണ്.